വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, എന്തെല്ലാം ഭക്ഷണങ്ങളാണ് നമുക്ക് ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് നമ്മളോട് കമന്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ജോയിൻ ബട്ടൺ ഇനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചാനൽ കയറി നോക്കി യൂട്യൂബിൽ ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തതിന് ശേഷം ചാനലിൻ്റെ ഐക്കൺ വരും. അതിൽ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറത്തായിട്ട് ജോയിൻ ബട്ടൺ, ഒരു സ്റ്റാർ പോലുള്ളൊരു ബട്ടൺ ഇനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 159 രൂപയ്ക്കും 89 രൂപയ്ക്കും മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ടെലഗ്രാം അക്കൗണ്ടിന്റെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ, അതായത് കമന്റ്സ് ഇടുമ്പോൾ തന്നെ വാട്സാപ്പ് പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുവാണല്ലോ, അപ്പോൾ പ്രോംപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പോർട്ട്സോ വോയിസ് കോളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ജനുവരി മുതൽ നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഓവുലേഷൻ ടൈം ആണ്, അതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് കൊടുക്കുക, എന്തെല്ലാം എക്സസൈസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക, എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആഫ്റ്റർ ഓവുലേഷനും ബിഫോർ ഓവുലേഷനും എടുക്കണമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞു തരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാം അക്കൗണ്ടിന്റെ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ചാനലിൽ കയറിയിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നോക്കി നിങ്ങൾക്ക് അവൈലബിൾ ആക്കാവുന്നതാണ്. ഡയറക്റ്റ് ടെലഗ്രാം ലിങ്കിലോട്ട് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിനും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ വേണ്ട ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ബാലൻസ് നല്ലതുപോലെ നിലനിർത്തിക്കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വിറ്റമിൻസ് നമ്മളുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടാകുന്നതിനും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തെ എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആസിഡിക് കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വിറ്റമിൻ സി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. എൻഡോമെട്രിയൽ ലൈനിങ് സ്ട്രോങ് ആയിട്ട് ഗ്രോ ആകുന്നതിനും പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുന്നതിനും ഇത് സഹായിക്കുന്നു. എൻഡോമെട്രിയൽ ലൈനിങ് സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആവശ്യമാണ്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിട്രസ് ഫ്രൂട്ട്സ് സഹായിക്കുന്നുണ്ട്. സിട്രസ് ഫ്രൂട്ട്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് ഫ്രൂട്ട്സ് ആണ് ഓറഞ്ച്, അതുപോലെ മുസംബി, ബെറീസ്, ലെമൺ, കിവി. കൂടുതലായിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിൽ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മറ്റു പല സിട്രസ് ഫ്രൂട്ട്സും ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം നമ്മൾ ഇത്രയധികം ബെനിഫിറ്റ്സ് ഇതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു ദിവസം 1 or 2 അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ ഓറഞ്ചാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2 ഓറഞ്ച് ഒരു ദിവസം അത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അത് നല്ലൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. രാവിലെ ഒന്ന് ഉപയോഗിക്കുക, ദെൻ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾ ഒന്ന് ഉപയോഗിക്കുക കേട്ടോ. അതപ്പോൾ നിങ്ങളെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. രണ്ടാമത്തെ ഒരു കാറ്റഗറിയിൽ പെടുന്നത് പയറുവർഗ്ഗങ്ങളാണ്. ഈ പയറുവർഗ്ഗത്തിൻ്റെ ഈ കാറ്റഗറിയിൽ പെടുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ചെറുപയർ ഉപയോഗിക്കുന്നത് നല്ലതാണ്, വൻപയർ ഉപയോഗിക്കുന്നത് നല്ലതാണ്, പീസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ചിക്ക് പീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് നമ്മുടെ. അതുപോലെ തന്നെ ഈ വെള്ളക്കടല ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം തന്നെ ഇതിലെല്ലാത്തിലും അടങ്ങിയിട്ടുള്ള വിറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ പ്രഗ്നൻസിയും അതുപോലെ മിസ്കാരേജ് ഉണ്ടാകുന്ന സാധ്യതയും ഒക്കെ വളരെയധികം റിഡ്യൂസ് ചെയ്യുന്നു. ഈ പയറുവർഗ്ഗങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന വിറ്റമിൻസ്, അതായത് വിറ്റമിൻ സിങ്ക് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിലൊക്കെ നിങ്ങളോട് എത്തുമ്പോഴേക്കും അത് നിങ്ങളുടെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നു. അടുത്തതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചീര, അതുപോലെ തന്നെയുള്ള മറ്റുള്ള ഇലക്കറികളൊക്കെ, പച്ചക്കറികളൊക്കെ നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ബ്രക്കോളി കഴിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഒരു ഫെർട്ടിലിറ്റിയുടെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇവയിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, അതുപോലെ വിറ്റമിൻ സി, അയൺ, ഫോളേറ്റ് ഇതെല്ലാം നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ.
അടുത്തായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് omega 3 ആണ്. omega 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ പ്രഗ്നൻസിയെ ഒന്ന് മിസ്കാരേജ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. മിസ്കാരേജ് ഉണ്ടാവുന്നത് പല ഫോമിൽ നമുക്ക് ഉണ്ടാകാം. കുഞ്ഞിന് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇല്ലാതെ നമ്മൾ ശരീരം തന്നെ ചിലപ്പോൾ അബോർട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ കെമിക്കൽ പ്രഗ്നൻസീസ് നമ്മളുടെ ശരീരത്തിൽ അനുഭവപ്പെടാം, അതുമല്ലെങ്കിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് നിന്ന് പോകാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും മൂലം നമുക്ക് അവിടെ മിസ്കാരേജ് ഉണ്ടാകാം. ചിലതൊക്കെ നമ്മൾ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. ചിലതെന്ന് പറയുന്നത് നമ്മളുടെ ബോഡി തന്നെ അതിനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്ത് കളയും. അങ്ങനെ പല പല സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് omega 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇപ്പോൾ omega 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചെറുതാണ്. അയല കഴിക്കുന്നത്, അതുപോലെ ചാള കഴിക്കുന്നത്, ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത്, ചിയാ സീഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ omega 3 ഫാറ്റി ആസിഡിൻ്റെ മെഡിസിൻ, അതായത് ഇപ്പോൾ മീൻ ഗുളികയായിട്ട് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും. അതൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഡോസേജ് നിങ്ങൾ എഴുതി വാങ്ങിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഒരു 6 മാസം വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയുടെ അളവ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ മീൻ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെയധികം വലിപ്പമുള്ള മീനുകൾ ഉപയോഗിക്കുന്നത് കഴിവതും കുറയ്ക്കുക കേട്ടോ. അതിൽ അമോണിയയുടെ കണ്ടന്റ് കൂടുതലായിരിക്കും. അമോണിയയുടെ കണ്ടന്റ് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ പറയുന്നതെല്ലാം തന്നെ പുരുഷന്മാർക്കും എടുക്കാവുന്നതാണ്. ഈ വിറ്റമിൻസ് എല്ലാം പുരുഷന്മാരുടെ ശരീരത്തിലോട്ട് എത്തുമ്പോഴേക്കും അവരുടെ സ്പേം നോർമലി ഉണ്ടായതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആവുന്നതിനും പവർഫുൾ ആവുന്നതിനും അത് സഹായിക്കുന്നു. സ്പേമിന്റെ ഘടനയും സ്ട്രക്ചറും DNA-യും ഒക്കെ കൃത്യമായിട്ട് നിലനിന്ന് പോകുന്നതിന് ഇത് സഹായിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നതാണ് നട്ട്സ്. ഈ നട്ട്സിൽ അടങ്ങിയിട്ടുള്ള നട്ട്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന, അതായത് നമ്മുടെ ബദാം, പിസ്ത, കാഷ്യൂനട്ട്, വാൾനട്ട്, ഡ്രൈ ഫിഗ്, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി കൂട്ടും. ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ഓൾറെഡി നട്ട്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഏതെങ്കിലും ഒന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ഉപയോഗിക്കാം കേട്ടോ. ഇതൊരു 3, 4, 5 എണ്ണം വീതം എടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആൽമണ്ടൊക്കെ, അതായത് ബദാമൊക്കെ തലേ ദിവസം നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുതിർത്തിയെടുത്തിട്ട് അതിൻ്റെ തൊണ്ട് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം, പൊളിച്ച് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ആൽമണ്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കാവുന്നതാണ്. ഡ്രൈ ഫിഗ്, അതായത് നമ്മൾ ഉണങ്ങിയ അത്തിപ്പഴം, ഇതും വെള്ളത്തിലിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതിലെല്ലാം തന്നെ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഈ വിറ്റമിൻ ഇ നമ്മളുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോണിന്റെ അളവ് കൂട്ടുന്നതിനും സഹായിക്കുന്നുണ്ട്. പ്രൊജസ്ട്രോണിന്റെ അളവ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ആകുന്നു. നമ്മളുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് ഗ്രോ ആകണം. എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ പറ്റി പിടിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു എംബ്രിയോ വളർന്നു തുടങ്ങുന്നത്. ഈ വളർന്നു തുടങ്ങുന്ന ആ ഒരു അവസരങ്ങളിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ കൃത്യമായിട്ട് തിക്കനല്ല എങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രഗ്നൻസി ഉണ്ടാകുന്നതിന് പകരം ഉണ്ടാകുന്നത് മിസ്കാരേജ് ആയിരിക്കും. എൻഡോമെട്രിയൽ ലൈനിങ് ആ ഒരു എഗ്ഗിന് സ്പേമിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൂടി തന്നെയും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കൻ അല്ല എങ്കിൽ ഈ എൻഡോമെട്രിയൽ ലൈനിങ് അങ്ങോട്ട് ഷെഡായി പോകുന്നതിനും, അങ്ങനെ ഷെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും അത് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻഡോമെട്രിയൽ ലൈനിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ നട്ട്സ് നിങ്ങൾ ഉപയോഗിക്കുക. ഈ നട്ട്സ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു എന്താ പറയുക, നമ്മൾ ആദ്യത്തെ 2 മീൽസ് എടുത്തതിന് ശേഷം അതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പിൽ വേണം നിങ്ങൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് മീൽസ് എന്ന് പറയുമ്പോഴേക്കും ആദ്യത്തെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ലഞ്ച് എടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ വയറൊന്ന് വിശന്ന് തുടങ്ങുന്നൊരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈവനിങ് എന്തെങ്കിലും ടീ കുടിക്കുന്നതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരിക്കലും കൂടുതലായിട്ട് എടുത്ത് നിങ്ങൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ വെറും വയറ്റിലും നിങ്ങളത് ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നട്ട്സിലൊക്കെ കൂടുതലായിട്ടും ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ ഫൈബർ കണ്ടന്റ് നമ്മളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറിയയും ലൂസ് മോഷനും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നട്ട്സ് എടുക്കുമ്പോഴേക്കും 3, 4 ആൽമണ്ട്സ്, 3, 4 കാഷ്യൂനട്ട്, 3, 4 പിസ്ത, അല്ലെങ്കിൽ ഡ്രൈ ഫിഗ് ആണെങ്കിൽ 2 ഡ്രൈ ഫിഗ്, വാൾനട്ട് ആണെങ്കിൽ 2, 3 വാൾനട്ട്, അങ്ങനെ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഒരിക്കലും അമിതമായിട്ട് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലുള്ള ഭക്ഷണങ്ങളും നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഈ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഇതുമൂലം നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന വിറ്റമിൻസ്, മിനറൽസ്, ന്യൂട്രിയൻസും ഒക്കെ നിങ്ങളുടെ ആ ഒരു കുഞ്ഞിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഒക്കെ ഒരുപാട് സഹായിക്കുന്നു. ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ, അതായത് കൃത്യസമയത്തൊക്കെ നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുമൂലം നിങ്ങൾ ആ ഒരു ബോഡിയും കൂടി ഒന്ന് പ്രിപ്പയർ ആകുന്നുണ്ടെങ്കിൽ, എൻഡോമെട്രിയൽ ലൈനിങ്ങും പ്രൊജസ്ട്രോൺ ഹോർമോണും നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ അതുമൂലം നിങ്ങളുടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.